തലയിൽ മുറിവ്, കൈ മുറിവ്, മോന്തയിൽ ഇടിച്ച പാടും നീരും ഒക്കെ ഉണ്ട്. ഞങ്ങളെ ആരെയും അറിയിച്ചില്ല. അവിടുന്ന് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ മോനെ ഇടിമുറി ബെൽ ഓഫ് ആംസ് എന്ന മുറിയെ കയറ്റിയിട്ട് കൈ മേലോട്ട് കെട്ടിയിട്ടിട്ട് തുരുതുരാ ലാത്തി വെച്ച് ഇടിയം അംബരീഷ് ലാത്തി വെച്ച് കാലിൻ്റെ വെള്ളയ്ക്ക് അടിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇടിയം പ്രദീപ് തോക്കിൻ്റെ ചുവട് വെച്ച് ഈ അരയുടെ മോൾ ഭാഗം പുറകുവശത്തായിട്ട് രണ്ട് ഭാഗത്തും ഇടിച്ച പാട് ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട്. ബിസ്ക്കറ്റിൻ്റെ അടയാളത്തിൽ കിടപ്പുണ്ട്. ഇനി നീ പട്ടാളത്തിൻ്റെ ബെൽറ്റ് കെട്ടത്തില്ലടാ ഇനി മേലാൽ എന്നും പറഞ്ഞാൽ ഇടിയം പ്രദീപ് ഇടിച്ചത്. എന്നിട്ട് തോക്കിൻ്റെ തുമ്പ് വെച്ച് കാലിൻ്റെ ഞരമ്പിനും എല്ലിനും തുരുതുരാ കുത്തി വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് പഴുക്കാൻ ആരംഭിച്ചായിരുന്നു. കാല് തറയെ തൊടാൻ വയ്യ. ഈ കാലിൻ്റെ ഭാഗത്തെ അടി കിട്ടിയതോടുകൂടി തലയ്ക്ക് കേടുപറ്റി. CI അനിൽകുമാർ ലാത്തി വെച്ച് തലയ്ക്ക് കുത്തി. അത് കഴിഞ്ഞിട്ട് CI അനിൽകുമാർ കരണ്ടി കുത്തിയിട്ട് ഇലക്ട്രിക് വയർ കരണ്ടി കുത്തിയിട്ട് കാലിൻ്റെ വെള്ളയ്ക്ക് വെച്ച് പൊള്ളിച്ച ആ അടയാളം ഫോട്ടോയിലുണ്ട്. ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ. അത് കഴിഞ്ഞിട്ട് മെഴുകുതിരി കത്തിച്ച് ഈ ഇടിയം പ്രദീപ് കാലിൻ്റെ വെള്ളയ്ക്ക് വെച്ച് പൊള്ളിച്ച്. പിന്നെ എങ്ങനെ ഈ കുഞ്ഞ് കാല് തറയത്തോടും? എങ്ങനെ തറയത്തോടും? വനിത SI നാവിപ്പാട്ടിനെ ചവിട്ടി. നിന്റെ അപ്പൻ എങ്ങനെയാടാ മരിച്ചേ, അതുപോലെ നിന്നെയും കൊല്ലുമടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് SI ശ്യാമകുമാരി അടിച്ചത്, നാവിപ്പാട്ടിനെ ചവിട്ടിയത്. ഈ ഇടിയം പ്രദീപ് നാവിപ്പാട്ടിനെ ചവിട്ടി. ഇവർ തുരുതുരാന്നടിയായിരുന്നു. തുരുതുരാന്ന് ഒരുപാട് മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതാണോ മകൻ? അല്ല, ഒരു മനുഷ്യൻ സഹിക്കാൻ പറ്റുന്നതല്ല എൻ്റെ മോൻ അവിടെ കിടന്ന് അനുഭവിച്ചതും സഹിച്ചതും. എന്തോ കട്ടിയുള്ള ഒരു സാധനം, കട്ടിയുള്ള ടവല് പൊതിഞ്ഞ് ദേഹം ഒരുപോലെ ഇടിച്ചു കൊടുത്തു എൻ്റെ കുഞ്ഞിനെ. അവശ നിലയിലാക്കി സെല്ലിലിട്ട് പൂട്ടിയിട്ട് വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ CI പറഞ്ഞ് അനിൽകുമാർ പറഞ്ഞ് ഇപ്പോൾ എടുത്ത് കുടിക്കാൻ. വിശക്കുന്നെന്ന് പറഞ്ഞ് തൂറി വാരി തിന്നെ ഇടിയം പ്രദീപ് പറഞ്ഞു. കാലിൻ്റെ കണ്ണിന് വരെ അടിച്ചവിടെ ഇട്ടിരുന്ന് സെല്ലിൽ കിടന്ന് നിരങ്ങുമായിരുന്നു എൻ്റെ കുഞ്ഞ്. കാലിൻ്റെ കണ്ണിനൊക്കെ മുറിവുണ്ട്, അതുണ്ട്, ഫോട്ടോ ഉണ്ട്, മുറിവുണ്ട്, നീരും ഉണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ എങ്ങനെ അമ്മയ്ക്ക് ഈ ഒരു സഹിക്കാൻ പറ്റിയത്? എങ്ങനെ സഹിച്ചു എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ കരഞ്ഞു. എന്നാലും പറഞ്ഞു മമ്മി കരയണ്ട, ഞാൻ ഒരു മാസത്തോളം കാണും, ഒരു മാസത്തിനകം ഞാൻ മരിക്കും മമ്മി എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ഞാൻ വിറയിൽ ഉടങ്ങി. എനിക്ക് പിന്നെ ആരോട് പറയണം, എന്ത് ചെയ്യണം? എൻ്റെ കുഞ്ഞിനെ നോക്കുമോ, ഞാൻ പിന്നെ കേസിനും പരാതിക്ക് നടക്കുമോ? ഞാൻ എന്താ ചെയ്യേണ്ടുന്നേ? കുഞ്ഞിനെയും കൊണ്ട് ഓട്ടമായിരുന്നു. എന്നിട്ട് ഈ സെല്ലിൽ കിടന്നുകൊണ്ട് എൻ്റെ മോൻ പരാതി കൊടുത്ത് എഴുതിയെടുത്ത് ഇന്ന് വരെ അതിനൊരു റെസിപ്റ്റോ കോപ്പിയോ തന്നിട്ടില്ല. വിവരാവകാശം ചോദിച്ചപ്പോൾ അങ്ങനെ ഇല്ലെന്ന്, ഇവിടെ തന്നിട്ടില്ലെന്ന്. അപ്പം മോൻ കേസ് കൊടുത്തിട്ടില്ലെന്നാ. പോലീസിനെതിരായിട്ട് കേസ് കൊടുത്താൽ പോലീസ് സ്വീകരിക്കത്തില്ല, അത് നമുക്കറിയാം. എന്നാലും എൻ്റെ മോൻ കൊടുത്തു. ഇതുവരെ ഞാൻ അതിൻ്റെ കോപ്പി മേടിക്കാൻ നടക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. കുഞ്ഞ് അതിൻ്റെ കോപ്പി എടുക്കാൻ പറ്റുമോ പുറത്ത് പോയി? അമ്മ ഇപ്പം നിയമ പോരാട്ടം നടക്കുന്നത്, അമ്മയുടെ മകൻ ഇങ്ങനെ സംഭവിച്ചു, ഇനി ആർക്കും സംഭവിക്കും? ഒരു അമ്മമാർക്കും ഒരു കുഞ്ഞുങ്ങൾക്കും ഇത് അനുഭവം ഉണ്ടാവരുത്. എൻ്റെ മോൻ്റെ പേഴ്സും മൊബൈലും എല്ലാം റെക്കോർഡ് ശ്യാമകുമാരി മേടിച്ച് പൂട്ടി വെച്ച്, മൊബൈൽ പോലും ഞങ്ങളെ വിളിച്ചറിയിക്കാൻ മൊബൈലും കൊടുത്തില്ല. പിന്നെ എങ്ങനെ എൻ്റെ കുഞ്ഞെന്നെ അറിയിക്കും? ഞങ്ങളെ ആരെയെങ്കിലും അറിയിക്കും? കൂട്ടുകാരെയായാലും ആരെയായാലും അറിയിക്കണമെങ്കിൽ ഒരു മൊബൈൽ നമ്പർ വേണ്ടേ? അത് ഈ ശ്യാമകുമാരി മേടിച്ച് പൂട്ടി വെച്ച് 17,000 രൂപയായി. ആധാർ കാർഡ്, ആ റെക്കോർഡുകൾ മൊത്തം, ലീവ് സർട്ടിഫിക്കറ്റ് മൊത്തത്തിൽ മേടിച്ച് പൂട്ടി വെച്ച്. ആർമിയിൽ അറിയിച്ചിട്ടില്ല. ഒരു ആർമിക്കാരനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ യൂണിറ്റ് അന്നേരം അറിയിക്കണം. അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ അമ്മയെ, ബന്ധുക്കളെയോ സഹോദരങ്ങളെ അന്നേരം അറിയിക്കണം. ഇവരിതൊന്നും ചെയ്തിട്ടില്ല.